കുറച്ച് നാളുകളായി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ക്രൈസ്തവരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു നിലമ്പൂരിലും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പക്ഷേ വോട്ടെണ്ണുമ്പോൾ ഒരു വലിയ മുന്നേറ്റം കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? വിചാരിച്ചതുപോലെ ക്രൈസ്തവ വോട്ട് നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. നിലമ്പൂരിൽ നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങൾ, ദളിതർ ഒക്കെ അവിടെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 2011 കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് അന്നും 4500 വോട്ട് ബി.ജെ.പിക്ക് ഉണ്ട് അവിടെ. നമ്മളൊന്ന് ആലോചിക്കണം, അന്ന് മോദിയില്ല, അമിത്ഷാ ഇല്ല, ഇങ്ങനത്തെ ഒരു തരംഗവുമില്ല, കേന്ദ്രത്തിൽ ബി.ജെ.പി അധികാരത്തിലെത്തും എന്നൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആ കാലത്ത് ബി.ജെ.പിക്ക് നിലമ്പൂരിൽ കേരളത്തിൽ ജയിച്ചിട്ടില്ല, കേന്ദ്രമന്ത്രിമാരില്ല, ഒരു സന്നാഹങ്ങളുമില്ല. അന്ന് പോലും ബി.ജെ.പിക്ക് അവിടെ 4500 വോട്ട്, ഏതാണ്ട് 5000-നടുത്ത് വോട്ട് അവിടെ കിട്ടി. 2016 ആയപ്പോൾ നരേന്ദ്രമോദി വന്നു, അമിത്ഷാ വന്നു, BDJS എന്ന് പറയുന്ന പുതിയ പാർട്ടി ഉണ്ടായി. കേരളത്തിൽ ബി.ജെ.പി അധികാരത്തിൽ എത്തും, ജയിക്കും, അക്കൗണ്ട് തുറക്കും എന്നൊക്കെ വലിയ പ്രചാരണം നടന്നു. അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അത് 12,284 വോട്ടുകളായിട്ട് വർദ്ധിച്ചു. ഏതാണ്ട് ഒരു 2.5-3 ഇരട്ടിയോളം വോട്ട് വർധനവുണ്ടായി. 2021 വന്നപ്പോഴത്തേക്കും അതിൽ 3000-ഓളം വോട്ട്, 3600 വോട്ടുകൾ കുറഞ്ഞു, 8595 വോട്ടായി. അതിൻ്റെ കൂടെ ഇപ്പോൾ ഏതാണ്ട് 53 വോട്ടുകൾ എന്തോ കൂടിയിട്ടുണ്ട്. ഉള്ള വോട്ട് കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ നിലനിർത്താനായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം കുറച്ച് ക്രിസ്ത്യൻ വോട്ട്, അവിടെ ഏതാണ്ട് 12-13% ക്രിസ്ത്യൻ വോട്ടുണ്ട് എന്നാണ്. മൊത്തം വോട്ടിൻ്റെ 12-13% ക്രിസ്ത്യൻ വോട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ശകലം കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ മലങ്കര സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ഈ നിലമ്പൂർ മണ്ഡലം. അതുകൊണ്ടാണ് ഈ മാർത്തോമക്കാരനായ മോഹൻ ജോർജിനെ നിർത്തിയത്. ഒപ്പം ഈ വന്യജീവി ശല്യം, വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യം, മുനമ്പം, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ബി.ജെ.പി വലിയ ശ്രദ്ധ കൊടുത്തു. ഷോൺ ജോർജിനെ പോലെയുള്ളവരാണ് അതിന് നേതൃത്വം കൊടുത്തതും അത് നടപ്പാക്കിയത്. എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞതുപോലെ ഒരു 10,000 വോട്ടിന് പുറത്തേക്ക് പോയിരുന്നെങ്കിൽ അത് ബി.ജെ.പിക്ക് കുറച്ച് ക്രിസ്ത്യൻ വോട്ട്, 2000-3000 ക്രിസ്ത്യൻ വോട്ടെങ്കിലും കിട്ടി എന്ന് ആശ്വസിക്കാമായിരുന്നു. ഇതിപ്പോൾ ബി.ജെ.പിയെ വിമർശിക്കുന്നവർ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ വോട്ടാണ്. 17,000-ന് അടുത്ത വോട്ട്. അതെ, സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ചില കാര്യങ്ങളിൽ സമാനതകൾ ഒക്കെ ഉണ്ടെങ്കിലും ഈ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അത് തന്നെ പിന്തുടരണം എന്ന് ഉറപ്പിച്ചു പറയാം. നഷ്ടം ഒരു 10,000-ന് അല്ലോ 9,000-ന്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ആ 17,000 വോട്ടിൽ നിന്ന് കാര്യമായ കുറവ് ഇപ്പോൾ സംഭവിച്ചു. സുരേന്ദ്രന് ശേഷം നവ്യ ഹരിദാസ് മത്സരിച്ചപ്പോഴും അവിടെ വോട്ട് അത്യാവശ്യം കിട്ടിയ സ്ഥലമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് പോയപ്പോൾ ഈ ഉള്ള ഹിന്ദു വോട്ട്, കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഹിന്ദു വോട്ട് പോലും നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് അവിടെ BDJSൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? അത് നിർത്തിയിരുന്നെങ്കിൽ അവിടുത്തെ SNDPക്ക്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്, അവിടുത്തെ SNDPക്ക് നിലമ്പൂരിലെ ചില പഞ്ചായത്തുകളിൽ SNDPക്ക് നല്ല സ്വാധീനമുണ്ട്. ഈ SNDP, അവിടെയുള്ള SNDP സാധാരണ നമ്മുടെ ഈ തെക്കൻ കേരളത്തിലുള്ളതുപോലെ ഒരു രാഷ്ട്രീയ നിലപാടുള്ളവരല്ല. വളരെ കൃത്യമായിട്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യമുള്ളവരാണ് അവിടുത്തെ SNDP, ദളിത് വിഭാഗങ്ങൾ ഒക്കെ. കാരണം അവിടെ ഈ വലിയ തോതിൽ ഈ പറയുന്നത് പോലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വോട്ട് ചെയ്യും. അതവരെ ആർക്ക് വോട്ട് ചെയ്യണം എന്നവർ തീരുമാനിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യും. അവിടെ ഈ SNDPക്കും NSSനും ഈ ദളിത് പിന്നാക്ക സംഘടനകൾക്കൊക്കെ വലിയ പങ്കുണ്ടത്. അവർ ഈ ഭൂരിപക്ഷ വർഗീയതയെ ഭയപ്പെടുന്നുണ്ട്, അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഒക്കെ. അവിടെ മലപ്പുറത്ത് ഈ ഹിന്ദു ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ കാലത്ത്, അത് പണ്ട് മുസ്ലിം ലീഗുമായിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വർഗീയ രാഷ്ട്രീയമല്ല ഒരു കാലത്ത് പയറ്റിയിരുന്നത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ വോട്ട് നേടാൻ BJPക്ക് സാധിച്ചില്ല. ഇത്രയൊക്കെ വിഷയങ്ങൾ ഉയർത്തിയിട്ടും, മുനമ്പം വിഷയം ഉയർത്തിയിട്ടും, ഈ വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യങ്ങൾ ഉയർത്തിയിട്ടും, വന്യമൃഗശല്യം അത് വലിയ വിഷയമാക്കി ചർച്ച ചെയ്തിട്ടും ഒക്കെ ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിൽ അവിടെ തമ്പടിച്ച് കാസ പോലെയുള്ള സംഘടനകളെ വരെ അവിടെ കൊണ്ടുവന്ന് ചർച്ച ആക്കിയതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാസയടക്കമുള്ളവർ വലിയ തോതിൽ അവിടെ ക്രിസ്ത്യൻ സ്വാധീന മേഖലകളിൽ വലിയ പ്രവർത്തനം നടത്തിയതാണ്. പക്ഷേ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാനില്ല. ആ വോട്ട് വളരെ കൃത്യമായിട്ട് UDFിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. അതായത് ക്രിസ്ത്യൻ വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, ക്രിസ്ത്യൻ വോട്ട് പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന എതിരാളികളുടെ ആരോപണത്തെ അല്ലെങ്കിൽ അവരുടെ ആ കണ്ടെത്തലിനെ ശരിവെക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയേണ്ടി വരും. ഇവിടെ BJP വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. BJPക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വോട്ടുകൾ നഷ്ടപ്പെടുത്തി ഇങ്ങനൊരു പരീക്ഷണത്തിന് മുതിരണമോ, അതോ കുറേ കൂടെ ശക്തി ആർജിച്ച് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ നേടി കുറേ കൂടെ ശക്തി ആർജിച്ച് ചില സീറ്റുകളിലെങ്കിലും ജയിച്ച് കാണിച്ചതിന് ശേഷം ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ വോട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പം വിജയിച്ചേക്കും. തൃശ്ശൂരിൽ സംഭവിച്ചത് ഏതാണ്ട് അങ്ങനെയാണ്. തൃശ്ശൂരിൽ വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപി എന്ന നടൻ്റെ ഇമേജ്, അതാണ് അത് പല പാർട്ടികളും പറയുമ്പോൾ അതൊരു വ്യക്തിപരമായി ലഭിച്ചതാവാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാറ്റം പ്രകടമാകണമെങ്കിൽ അത് തിരുവനന്തപുരത്ത് നാം ആ മാറ്റം കണ്ടിട്ടില്ലല്ലോ. ഇല്ല, തൃശ്ശൂരും തിരുവനന്തപുരവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും BJPക്ക് എവിടെയെല്ലാം വോട്ട് കൂടി. ആറ്റിങ്ങൽ കൂടി, പിന്നെ ആലപ്പുഴയിൽ കൂടി, അല്ലേ, പാലക്കാടും കൂടിയിട്ടുണ്ട്, തൃശ്ശൂരും കൂടിയിട്ടുണ്ട്. ഇതിൽ തൃശ്ശൂർ മാത്രമാണ് ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ വോട്ട് കിട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് തിരുവനന്തപുരത്ത് കിട്ടിയില്ല? തിരുവനന്തപുരം അത്യാവശ്യം ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു സ്ഥലമാണ്. അത് പലരും രാഷ്ട്രീയ നിരീക്ഷകർ പറയും പോലെ തീരദേശ പ്രദേശങ്ങളിലെ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെടുന്നതായി വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അല്ല, അങ്ങനെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോവളം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് 46,000 പുറത്ത് വോട്ട് കിട്ടി. ഇവിടെ ശശി തരൂരാണ് മുന്നിൽ വന്നതെങ്കിലും ചെറിയ സംഖ്യയല്ല ഈ 46,000 വോട്ട്. അതുപോലെ നെയ്യാറ്റിൻകരയിലും വോട്ട് വർദ്ധിച്ചു, പാറശാലയിലും വോട്ട് വർദ്ധിച്ചു. പാറശാലയിൽ 50,000 പുറത്തേക്ക് വോട്ട് പോയി. അതൊന്നും ചെറിയ കാര്യമല്ല. അവിടെ BJPക്ക് പിടിക്കാൻ പറ്റുന്ന പരമാവധി വോട്ടുകൾ അവിടെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തീരദേശത്തടക്കമുള്ള നാടാർ ക്രിസ്ത്യൻ ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് BJPക്ക് ഇപ്പോഴും തിരുവനന്തപുരത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഒരു അപവാദമാണ്. തൃശ്ശൂരിൽ അത് കുറേയൊക്കെ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു. പക്ഷേ അതിലെല്ലാം ഉപരി സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഇമേജ്, അദ്ദേഹം 5 കൊല്ലം ആ മണ്ഡലത്തിൽ തങ്ങി അവിടെ പ്രവർത്തിച്ചു. ഇതൊക്കെ അവിടുത്തെ വോട്ട് കൂടുതൽ നേടുന്നതിന് സഹായകരമായി. അവിടെ ഈ പറയുന്നത് പോലെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ വലിയ തോതിൽ തൃശ്ശൂരും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത്. ഒപ്പം ഈ ക്രിസ്ത്യൻ വോട്ടുകളും അദ്ദേഹത്തിന് സ്വാധീനിച്ച് നേടാനായി എന്നുള്ളതാണ്. ഇവിടെ നിലമ്പൂരിൽ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJP ഉണർന്ന് ചിന്തിക്കട്ടെ, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഈ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള സമയമുണ്ടോ, പരീക്ഷണങ്ങൾ വിജയിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് അത് പരാജയപ്പെടുന്നു, ഇതൊക്കെ പാർട്ടി വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. അത് അവർ നന്നായിട്ട് വിലയിരുത്തുമായിരിക്കും. നമുക്കതിനെക്കുറിച്ച് അത്രയേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് BJP അടവ് മാറ്റേണ്ടി വരും, നിലപാട് തിരുത്തേണ്ടി വരും എന്നൊക്കെ പല പത്രങ്ങളിലും വാർത്തകളുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കും. ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അജണ്ട വികസിത കേരളം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം രംഗത്ത് വന്നത്. പക്ഷെ അതിനൊന്നും നിലമ്പൂരിൽ ഒരു വിലയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. BJPയുടെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു.
അതിന് പിന്നാലെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.